വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് വീണ്ടും പല ഭവനങ്ങളിലിരുന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്ന ഓർത്ത് നന്ദി അറിയിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, വിശുദ്ധ ദിവസത്തിന്റെ നല്ല വിഭാഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ള കർത്താവെ, നിന്റെ മക്കളാണെന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് പലയിടങ്ങളിലിരുന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ഭവനങ്ങളെ ആരാധനാലയങ്ങളാക്കി മാറ്റുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രതികൂലമായ സാഹചര്യത്തിലും ദൈവമേ, അങ്ങനെയുള്ള വിശ്വാസത്തെ കുറഞ്ഞു പോകാതെ ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടുകൂടി അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ ആയുസ്സിനും ആരോഗ്യത്തിനുമായിരിക്കുകയും സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ള കർത്താവെ, ഞങ്ങളുടെ ആരാധനയിൽ ആദ്യ അവസാനത്തോളം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെയും. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങൾ 33, ലിറിക് 33. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ.
ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആദരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണം. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെയൊക്കെ നമുക്ക് ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സർവശക്തി മഹാകരുണയുടെ പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ വഴികൾ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തങ്ങളെ വിചാരങ്ങളെ മോഹങ്ങളെ ഞങ്ങളെ മത്സരിച്ച് നടന്നു. ഞങ്ങളുടെ വിശ്വസ്തകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളെ സൗഖ്യമില്ല. മനുഷ്യന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കാണുകയും ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ നീ മനുഷ്യർക്ക് അറിയിച്ചിരിക്കുന്ന വാക്കുകളുടെ പ്രകാരം അടുത്തുവരെ വീണ്ടും കൈക്കൊള്ളില്ലേ. മഹാകരുണയുടെ പിതാവേ, തന്റെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളിൽ മേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നൽകണമേ. സർവശക്തനും കരുണയുമുള്ളവനായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പി. 95-ാം സങ്കീർത്തനം. വരുവീ, നാം കുലിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പെടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനത്തോടെ അവനെ ഘോഷിക്കാം. യഹോവ മഹാദേവമല്ലോ, അവൻ സകലദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അതിന്റെ കീഴിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ.
സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. നമ്മെ അർപ്പിച്ച മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ നയിക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആളുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനവും ഒന്നാം പാഠവും വായിച്ചു കേൾക്കാം. സങ്കീർത്തന വേദഭാഗം സങ്കീർത്തനം 130. സാംസ് 130. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനം ഉണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലെ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പും ഉണ്ട്. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യം മുതൽ എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമീൻ. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം സഖറിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ദൈവത്തിന്റെ തിരുവചനങ്ങളെ ശ്രദ്ധിക്കും. ദ പ്രൊഫറ്റിക് ബുക്ക് ഓഫ് സഖറിയ, ചാപ്റ്റർ 13 വേഴ്സസ് 1 to 9. സഖറിയ 13:1 മുതൽ. അന്നാളിൽ ദാവീദ് ഗൃഹത്തിന് യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കുന്നു. അന്നാളിൽ ഞാൻ ദേശത്ത് നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കുകയും ഇനി അവയെ ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരെ മലിനാത്മാവിനെയും ദേശത്ത് നിന്ന് നീക്കിക്കളയുകയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആരെങ്കിലും ഇനി പ്രവചിക്കുമ്പോൾ അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവനോട്, യഹോവയുടെ നാമത്തിൽ ഭോഷ്ക് സംസാരിക്കുന്നത് കൊണ്ട് നീ ജീവനോടെ ഇരിക്കുകയില്ല എന്ന് പറയുകയും അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവൻ പ്രവചിക്കുകയിൽ തന്നെ അവനെ കുത്തിക്കളയുകയും ചെയ്യും. അന്നാളിൽ പ്രവാചകന്മാർ പ്രവചിക്കുകയും ഓരോരുത്തർ താൻ്റെ ദർശനത്തെക്കുറിച്ച് ലജ്ജിക്കും. ലജ്ജിക്കേണ്ടതിന് അവർ രോമമുള്ള മേലങ്കി ധരിക്കുകയില്ല. ഞാൻ പ്രവാചകനല്ല, കൃഷിക്കാരനത്രേ. എന്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു എന്ന് അവൻ പറയും. എന്നാൽ അവനോട് എന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതുകൊണ്ടാകുന്നു എന്ന് ഉത്തരം പറയും. വാളെ ഇടയന്റെ നേരെ എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പാർക്കേണ്ടതിന് ഇടയനെ വെട്ടുക. ഞാൻ ചെറിയവരുടെ നേരെ കൈ തിരിക്കും. എന്നാൽ സർവ്വദേശത്തിനു മുൻപിൽ 2 അംശം ഛേദിക്കപ്പെടും, പ്രാണനെ വിടും. 1/3 അംശം ശേഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 1/3 അംശം ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിക്കും. പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവൻ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. അവർ എന്റെ ജനം എന്ന് ഞാൻ പറയും, യഹോവയായ ദൈവം എന്ന് അവരും പറയും. ഇവിടെ പാഠം അവസാനിക്കുന്നു. സഖറിയാവിന്റെ പാട്ട് വാക്യപ്രതി വാക്യമായി വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ ഭയക്കുന്ന എവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയെടുക്കും ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്
നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശ്വസനീയവും ഓർത്തുണ്ടാവുന്നു. നീയോ വൈദ്യലെ അത്യുന്നത പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആദര കന്യാൽ നമ്മുടെ ജനത്തിന്റെ പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുൻപായി നടക്കുന്നു. ഇരുളും മരണനിലയിരിക്കുന്നവർക്ക് പ്രകാശ് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകന്യാൽ ഉയർത്തുന്നുള്ള ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. ആദ്യങ്ങളെ പോലെ എപ്പോഴും ദൈവങ്ങളായിരുന്നല്ലേ. ആമേൻ. ഇപ്പോൾ രണ്ടാം പാഠം വായിച്ചു കേൾക്കാം. രണ്ടാം പാഠം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെയുള്ള ദൈവവചനം കേൾപ്പിൻ. ദ ഫസ്റ്റ് എപ്പിസ്റ്റൽ ഓഫ് ജോൺ ചാപ്റ്റർ 1 വേഴ്സസ് ഫ്രം 5 to 10. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാകുന്നു, അവൻ്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. ഇവിടെ പാഠഭാഗം അവസാനിക്കുന്നു. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവ് നീയാകുന്നു ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദേവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. സൈനികമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ പ്രഭാമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് കിരുവുകളും സറാബുകളും നിന്നെ നോക്കിയിട്ട് വിടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാർ പ്രവാസമൂഹം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവായ നിന്നെയും നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടമുള്ള വിശുദ്ധ സഭ അനുസരിച്ച് കൊള്ളുന്നു. ക്രിസ്തുവേ, നീ മഹത്വത്തിന്റെ രാജാവാകുന്നു, നീ പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ വരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വരത്തില്ല. നീ മരണത്തിന്റെ മൂർച്ച ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലതുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായ നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നിന്റെ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ എന്നേക്കുള്ള മഹത്വത്തിൽ നിന്റെ വിശുദ്ധ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ച് നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞാൻ എന്റെ കണ്ണുകളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. Gospel according to St. Mark chapter 1 verses 40 to 45. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ട്, മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു.
യേശു അവനെ അമർച്ചയായി ശ്വാസിച്ചു. നോക്ക്, ആരോടും ഒന്നും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കാം എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. അവനോ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായതുകൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി. നിങ്ങൾ കേട്ടത് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവെ നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കീർത്തനം 191. കീർത്തനം 191. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ യാത്ര ന്യൂയോർക്കിൽ നിന്ന് ആരംഭിച്ചു. അതിനുശേഷം ഡൽഹി, കൊച്ചി, ഒടുവിൽ ഞങ്ങൾക്ക് ചെന്നൈ വന്നു ചേരാനൊത്തു. അതിനെ ഓർത്ത് ഞങ്ങൾ വളരെ നന്ദി ഈ സമയത്ത് കരുതുന്നു. We know that our journey was quite a roller coaster, but your prayers and constant phone calls kept us going forward, and that made us strong. And yes, by the grace of God, finally we are here with our greater CSI family. സെപ്റ്റംബർ 5 കഴിഞ്ഞ ശനിയാഴ്ച നമ്മളെ ടീച്ചേഴ്സ് ഡേ ആയിട്ടൊക്കെ നമ്മൾ ആചരിച്ചല്ലോ. എന്നാൽ ആ സമയത്ത് കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് വരാൻ ഒക്കാത്തത് കൊണ്ട് ഇന്ന് ഈ സമയത്ത് എല്ലാ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു യു, and happy Teachers Day to all the amazing teachers who are imparting your wisdom to the students in different parts of the city. That being said, September 5 marks as the 23rd death anniversary of Mother Teresa, a lady who was concerned
always about the health and well-being, or rather say the spiritual well-being of the people on the street, lepers at the cost of her health. Having said that, let's go to a theme. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം ശുദ്ധീകരിക്കുന്ന ക്രിസ്തു, the cleansing Christ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 40 മുതൽ 45 വരെ ഉള്ള വാക്യങ്ങൾ. Gospel according to Saint Mark, chapter 1, verse starting from 40 through 45. 3 കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് ഇവിടെ നോക്കാം. 40-ാം വാക്യം ഇവിടെ പറയുന്നു, and a leper came to him, imploring him, and kneeling said to him. ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി. ഒരു സമയം ഉണ്ടായിരുന്നു, നമ്മുടെ മാതാപിതാക്കന്മാര് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ നല്ലതായിട്ട് തന്നെ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ there was a time when they gave us attention, without being bothered by the time. Now, ഇന്നത്തെ സമയത്തൊക്കെ നമ്മൾ സമയം നോക്കി എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. 2-3 വയസ്സുള്ള കുഞ്ഞിനോട് നമ്മൾ പറയാറുണ്ട്, പെട്ടെന്ന് പാല് കുടിച്ചിട്ട് കാര്യങ്ങൾ നോക്കുക, കാരണം എനിക്ക് സമയമില്ല, ഓടിപ്പോകും. ഒന്നാമത്തെ തലക്കെട്ട് സബ്ടൈറ്റിൽ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് empowering the margins from childhood. Empowering the margins from childhood. I'm not saying that parents shouldn't work or give more time to your kids. അത് മാത്രമല്ല ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. What I'm trying to say is this: parents should empower not only the areas that are outside of your child's life, but even the inner margins. Outside margins എന്ന് പറയുമ്പം അവരുടെ ജീവിതത്തിലെ വെളിയിലുള്ള കാര്യം എന്ന് പറയുമ്പം നല്ലൊരു ബാങ്ക് ബാലൻസ്, അല്ലെങ്കിൽ നല്ല നെയ്ബർഹുഡ്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് അന്നന്ന് കൊടുക്കുന്നത്, നല്ലൊരു മനോഹരമായ ജീവിതം കൊടുക്കുന്നത്, അതാ ഔട്ടർ ലൈഫ്. എന്നാൽ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് empowering the margins, ഉള്ളിലുള്ള ജീവിതം എങ്ങനെ നമുക്ക് അതിന് ഭംഗി കൊടുക്കാൻ. So parents should work for the inner margins. Yes, definitely for the outer margins, but also for the inner margins. Why? അതിന്റെ കാരണമുണ്ട്. If you want your kids not to be marginalized, you need to meet the inner margins. ഇവിടെ നാം കാണുമ്പം ഇവിടെ പഠിക്കുന്നത് and a leper, ഒരു കുഷ്ഠരോഗി. We know that ആ സമയത്തും ഇങ്ങനെയുള്ള കുഷ്ഠരോഗിക്ക് പേരില്ല. He was nameless. മനുഷ്യര് പേരെടുത്ത് ഒരിക്കലും ഈ വ്യക്തിയെ വിളിച്ചു കാണത്തില്ലായിരിക്കും. And since his childhood, he was convinced, that his name is not such and such, but his name is a leper. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങള് അത് കോവിഡിന്റെ ഈ ഒരു സമയമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു സമയത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പം മനുഷ്യര് അവരെ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യം അവർ വിശ്വസിക്കാൻ കാരണം they have no trust. അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് വരാതിരിക്കാനാണെങ്കിൽ കുഞ്ഞുനാള് തൊട്ട് കുഞ്ഞിനെ നമ്മള് അവർ മാർജിനലൈസ്ഡ് ആകുന്ന ആ സ്ഥിതി വരുമ്പം അവർക്ക് ശക്തി കൊടുക്കേണ്ടിയായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കേണ്ടിയായിട്ടുണ്ട്. And let me say, what are the inner margins? Those inner margins in a child's life or anyone's life are known as the psychological margin. അവരെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന, മനസ്സിൽ നടക്കുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇമോഷണൽ മാർജിൻസ് or the social acceptance margin. Unfortunately, those inner margins are not well attended or are missing from day one. 5-ാം വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 6-ാം വയസ്സ് തൊട്ട് കുഞ്ഞിന്റെ അഡ്മിഷൻ നടക്കുന്ന ആ സമയം തൊട്ട് നമ്മള് കുഞ്ഞിനെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, അത് പഠിപ്പിക്കണം, കർശനമായിട്ട് അത് പഠിപ്പിക്കണം. എന്നാൽ you need to pay more attention on the SAT score, അല്ലെങ്കിൽ സ്റ്റഡി ലോൺ നിനക്ക് എടുക്കേണ്ടതായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വലിയൊരു പൈസ അതിന്റെ മേൽ ഞാൻ എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിന്റെ GPS സ്കോർ
ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. വളരെ നല്ല. നമ്മൾ പ്രത്യേകമായിട്ട് മലയാളീസ് ആയതുകൊണ്ട് എന്റെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ആ വ്യക്തിയുടെ മകൻ്റെയായിട്ടും കൂടുതൽ മാർക്ക് നിനക്ക് കിട്ടണം. So if one is a Malayali, then he is double worried about scoring 2 more marks than his neighbor. When a child's psychological or the emotional needs are not met, they are marginalized. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മളെ കുഞ്ഞുങ്ങൾ നയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒടുവിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പം അവർ വളരെ എക്സ്ട്രീം, വളരെ അൾട്ടിമേറ്റ് സ്റ്റെപ്പ് എടുക്കുന്നതായിട്ട് നമ്മൾ പത്രത്തിലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. സോ എംപവറിംഗ് ദ മാർജിൻസ് ഫ്രം ദ ചൈൽഡ്ഹുഡ്. ഇവിടെ കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന മാതാപിതാവിന്റെ ഒരു സാന്നിധ്യം ഒരു പക്ഷെ വളരെ കുറവായിരിക്കാം. അതാണല്ലോ ഈ കഥയിൽ പറയുമ്പോഴും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലൊക്കെ ആൾക്കാർ ഇദ്ദേഹത്തിനെ അഡ്രസ് ചെയ്യുമ്പം ഇദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ദുഃഖം പോലും കാണത്തില്ല. കാരണം കുഞ്ഞുനാളെ തൊട്ട് അദ്ദേഹം കേട്ട് വരുന്ന ഈ കാര്യമായിരിക്കും, യു ആർ എ ലെപ്പർ, യു ആർ എ ഫെയിലിയർ, യു ആർ ഗുഡ് ഫോർ നത്തിങ്. എന്നാൽ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ സഭയിൽ വരുമ്പം സഭയിലെ നമ്മളെ കടന്നു വരുന്ന ആ അംഗത്തിന്റെ ജീവിതത്തിൽ, ആ മെമ്പറിന്റെ ജീവിതത്തിൽ നമുക്കും എനിക്കും നിങ്ങൾക്കും കൊടുക്കാനൊക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ദാനം എന്ന് പറഞ്ഞാൽ യു ആർ എ പേഴ്സൺ കോൾഡ് ബൈ ഗോഡ് ആൻഡ് യു ഹാവ് എവറിത്തിങ് ഇൻ യു. നിന്നിലെല്ലാം സംക്ഷിപ്തമാ എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ. 41-ാം വാക്യം ഇവിടെ ഞാൻ വായിച്ചോട്ടെ. ഒന്ന്, ഇവിടെ നാം കണ്ടത് എംപവറിംഗ് ദ മാർജിൻസ് ഫ്രം ചൈൽഡ്ഹുഡ്. 2, ഇവിടെ പറയുന്നത് ഇഫ് യു വിൽ യു ക്യാൻ മേക്ക് മീ ക്ലീൻ. 41-ാം വാക്യം ഇവിടെ പറയുന്നത് മൂവ് വിത്ത് pity he stretched out his hand and touched him and said to him, I do, be clean. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. പിന്നെ 42-ാം വാക്യം ഇവിടെ പറയുന്നത് മനസ്സുണ്ട് ശുദ്ധമാക്കുക എന്ന് പറഞ്ഞ് ഉടനെ കുഷ്ഠം വിട്ടുമാറി. 42-ാം വാക്യം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, I do, be clean. എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകുക എന്ന് പറഞ്ഞു. Nowadays ഈ കാലങ്ങളൊക്കെ we have so much of മനസ്സുണ്ട്, ഒത്തിരി മനസ്സുണ്ട്. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും മനസ്സുണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ തീർക്കണം എന്ന് നമുക്ക് മനസ്സുണ്ട്. നല്ല സന്തോഷത്തോടെ ഇത് ചെയ്യണം. എന്നാൽ മനസ്സുണ്ടെങ്കിലും ഞാൻ നിങ്ങളും അത് ചെയ്യാതെ പോകും. ഐ ഡു, കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ കുഷ്ഠരോഗിയോട് പറഞ്ഞ അല്ലെ ഈ വ്യക്തിയോട് പറഞ്ഞിരിക്കുന്ന ഈ സ്നേഹിതനോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്യം ഐ ഡു, അത് ഭയങ്കര എസൻസ് ഉള്ള വളരെ പ്രൊഫൗണ്ട് ഒരു വാക്കാണ്. ഐ ഡു നമ്മളൊക്കെ കാണുമ്പം സ്ഥാനത്തിൽ നമുക്കത് കാണാൻ പറ്റും. വെൻ the baptism service is done by the priest, you hear these words. മാതാപിതാക്കന്മാര് അത് മാത്രമല്ല അവിടെ കൂടെ നിൽക്കുന്ന സ്പിരിച്വൽ ഫാദർ ആൻഡ് മദർ അവര് ഏറ്റുപറയുന്നത് യെസ് ഐ ഡു. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾ ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തിരിക്കും. അത് മാത്രമല്ല ആ കുഞ്ഞ് വലുതാകുമ്പം കൺഫർമേഷനിൽ അത് റീഇൻസ്റ്റേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. വ്യക്തമായിട്ട് കടന്നു വന്ന ഏവരോടും പറയേണ്ട ഒരു കാര്യമാണ്. യെസ്, തിരുമേനി പറയുന്ന അല്ലെങ്കിൽ അവിടെ അച്ഛൻ മധുവായിൽ നിന്ന് വായിച്ചിരുന്ന കാര്യം ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യും. ഐ ഡു. അത് മാത്രമല്ല അത് അവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് മനസ്സുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിൽ അവിടെ ഇരിക്കുന്ന അച്ഛന്മാരും അല്ലെങ്കിൽ തിരുമേനിയും ആ കടന്നു വരുന്ന പുരുഷാരത്തിന് മധ്യേ ആ മണവാളനും മണവാട്ടിയും പറയുന്ന ഒരു കാര്യമാണ് ഐ ഡു. എനിക്ക് മനസ്സുണ്ട്. ഓർഡിനേഷനിൽ ഞങ്ങൾ അച്ഛന്മാരൊക്കെ തിരുമേനി ഞങ്ങളോട് ചോദിക്കുമ്പം നിങ്ങൾ പോകുന്ന ആലയത്തിൽ അത് കണക്കായിക്കോട്ടെ, ശുശ്രൂഷ ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് മനസ്സുണ്ട് എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ പറയാറുണ്ട് യെസ് ഐ ഡു. കാരണം അതിൽ കള്ളത്തരം പറയാൻ പാടില്ല, മനസ്സുണ്ട് എന്നാ നാം പറയേണ്ടത്. സോ ഇവിടെ നാം കണ്ടത് ഐ ഡു ഇസ് എ വെരി, എനിക്ക് മനസ്സുണ്ടെന്ന് ഞാൻ കാണുന്നത് ഇറ്റ്സ് എ വെരി സീക്രട്ട് വേർഡ് and used at various times in a liturgy. നമ്മുടെ ശുശ്രൂഷ ക്രമത്തിലൊക്കെ നമ്മൾ പല പ്രാവശ്യവും നമ്മൾ കൺഫെഷൻ ആയിക്കോട്ടെ, ക്രീഡ് ആയിക്കോട്ടെ, നമ്മൾ എല്ലായിടത്തും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് യെസ് ഐ ഡു.
സോ ഐ ഡു അക്കോർഡിംഗ് ടു മീ, ഞാൻ അതിനെ കണ്ടിരിക്കുന്നത് കർത്താവിന്റെ ഈ വചനം വായിക്കുമ്പം ആ വെരി പവർഫുൾ ആൻഡ് ആക്ഷൻ വേർഡ്സ്. ആൻഡ് കർത്താവ് എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുമ്പം ഐ ഡു എന്ന് പറയുമ്പം ഇറ്റ് ഇസ് എൻ ആക്ട് ആൻഡ് ഇറ്റ് ഇസ് എ ചോയ്സ്, ഇറ്റ് ഇസ് എ കമ്മിറ്റ്മെന്റ് ആൻഡ് ഇറ്റ് ഇസ് എ ഡിസിഷൻ. I do are the words of love. I do are the words of compassion, my dear brothers and sisters in Christ. ഈ പ്രഭാത സമയം എന്നോടും നിങ്ങളോടും കർത്താവ് ചോദിക്കുന്നു, പണ്ട് ഏതെങ്കിലും തീരുമാനം ഞാൻ നിങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ, അത് കുടുംബജീവിതത്തിലായിക്കോട്ടെ, സ്നാനം നടക്കുന്ന ശുശ്രൂഷ സമയം ആയിക്കോട്ടെ, ആലയത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മിറ്റി, പുതുതായിട്ടുള്ള കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ഐ ഡു എന്ന് ഞങ്ങൾ ഈ പള്ളിയിൽ വന്ന് ശുശ്രൂഷയും എന്ന് ഞാനും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നാം വീണ്ടും അത് റീവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, റീതിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഐ ഡു ഇസ് നോട്ട് എ സിമ്പിൾ വേർഡ്സ്, ഇറ്റ്സ് എ power packed word, action filled words. I do is an act, it's a choice, it's a commitment, and it is a decision. ഇവിടെ പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകുന്ന കാണാൻ എനിക്ക് മനസ്സുണ്ട്. നമ്മൾ ആലയത്തിൽ ആരെങ്കിലും ഏതെങ്കിലും പ്രയാസത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ, പ്രയാസത്തിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്കും പ്രാർത്ഥിക്കാനും, കർത്താവെ ഞങ്ങൾക്ക് മനസ്സുണ്ട്, ഞങ്ങളെ ആലയത്തിലുള്ള എല്ലാ 500ഓളം കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കോവിഡിന്റെ അവസ്ഥയാൽ, ക്യാൻസറിന്റെ അവസ്ഥയാൽ ആർക്കെങ്കിലും മാരകമായ ദീനമുണ്ടെങ്കിൽ പക്ഷെ അവരൊന്ന് തൊടയണമേ, ഞങ്ങൾക്ക് മനസ്സുണ്ട്. മൂന്നാമത്തെ കാര്യം ഇവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. അത് ഇവിടെ നാം കണ്ടത് 42ാമത്തെ വാക്യം. മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞു. ഇനി 42ന്റെ 2ാം ഭാഗമായി ഇവിടെ വായിക്കുന്നു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ഒന്ന് നാം കണ്ടത് empowering the margins from childhood. 2, compassion leads to radical action. ആരും അടുത്ത് വരാത്ത ആ സ്ഥിതിയിൽ റാഡിക്കൽ ആയിട്ടുള്ള ആക്ഷൻ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ രക്ഷിതാവ് അറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുത്ത് ആ കുഷ്ഠരോഗി നമ്മുടെ സഹോദരന്റെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടമുണ്ട്. മൂന്നാമത്തെ, ഇവിടെ ഞാൻ അതിനെ ഒരു ടൈറ്റിലായിട്ട് പറയാതെ ഒരു ചോദ്യമായിട്ട് നിങ്ങളോട് ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഡു യു ഹാവ് ദ സ്പോട്ട്? ഡു ഐ ഹാവ് ദ സ്പോട്ട്? സ്പോട്ട് എന്ന് പറയുമ്പോൾ എനിക്കറിയാം, നിങ്ങൾക്കറിയാമല്ലോ, കുഷ്ഠരോഗമൊക്കെ വരുമ്പം ശരീരത്തിൽ പലയിടത്തും പാടുകളുണ്ടാകും, ജീർണിച്ചിരിക്കുന്ന പല ദുർഗന്ധമുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാം. സോ അതാ ഇവിടെ ഞാൻ ഒരു ചോദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഡു ഐ ഹാവ് ദ സ്പോട്ട്? ഡു യു ഹാവ് ദ സ്പോട്ട്? There are two types. There may be, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, there are two types of people with spots in this world, and maybe few out there who are watching the YouTube right now, who, if they die, be taken up to paradise, and those people, they will bear upon themselves the glory of God, the unspeakable glory of God. And the second type of people are there, and there are other people with spots in this world and in this YouTube, watching this program, watching the service right now, who, if they die, ഇത് ഞാൻ പറയുമ്പം സ്വല്പം വേദന ഉണ്ടാകും, വളരെ വേദനയോടെ തന്നെയാണ് പറയുന്നത്. Who, if they die, will be sent to hell, cause of your sins, cause of my sins, cause of their sins. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം പ്രയാസം ഉണ്ടായിരിക്കും. സം ഓഫ് യു മൈറ്റ് ബി ഹേർഡ്, പുതിയ അച്ഛൻ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഇങ്ങനെ തന്നെയാ പറയേണ്ടത്. വചനം ഇങ്ങനെ ഇതിനെ എക്സ്പോസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. വചനം എനിക്ക് തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, നിങ്ങളെ ചിരിപ്പിക്കാനല്ല വചനം തന്നിരിക്കുന്നത്, നിങ്ങളെ കംഫർട്ടബിൾ ആക്കാനല്ല, എന്നെ കംഫർട്ടബിൾ ആക്കാനല്ല. God has called me, my dear expected bishop has sent me to this church not to entertain you, but to disturb you when we read through the scripture, the word.
I'm not here as a comforter or a counselor. Don't take me wrong. നിങ്ങൾക്ക് ആശ്വാസം നൽകാനൊന്നുമല്ല ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ദൈവവചനം പറയുമ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത മർമ്മങ്ങളെ തൊടുമ്പം വേദന ഉണ്ടാകും, പ്രശ്നങ്ങൾ വരും. I'm least concerned about your worldly growth. And I'm least concerned about your checkbooks. നിങ്ങൾക്ക് എത്ര ബാലൻസ് ഉണ്ടെന്ന് I least care. But as an Achan, I think even Suraj Achan also would vouch with me, both of us, ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം about your spiritual well-being. ആത്മീയമായിട്ടുള്ള വളർച്ച നിങ്ങൾക്ക് ഉണ്ടാകണം. എന്റെ സഭയില് ഹോളി ട്രിനിറ്റി ചർച്ച് CSI ചെന്നൈ ഈ സഭയില് ആത്മീയമായിട്ടുള്ള വളർച്ച ഉണ്ടാകണം. നിങ്ങൾ എത്ര വീട് വലുതാക്കിയാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, കാണുമ്പോൾ സന്തോഷം. എന്നാൽ അതിനായിട്ടും കൂടുതൽ ഈ ലോകം വിട്ടു പോകുമ്പം ആ ഉണ്ടാക്കിയിരിക്കുന്ന അവിടെ നിങ്ങൾക്ക് ഭവനമുണ്ടോ എന്ന് അതുണ്ടെങ്കിലാ ഞങ്ങൾക്ക് സന്തോഷം. അതെവിടെ ഞാൻ മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചത്, ഡു യു ഹാവ് എ സ്പോട്ട്? ഡു ഐ ഹാവ് എ സ്പോട്ട്? Can you see the spots on your body? നിങ്ങളുടെ ശരീരത്തിൽ ചിലപ്പം കുഷ്ഠമില്ല. എന്റെ ശരീരത്തിൽ ചിലപ്പം കുഷ്ഠമില്ലായിരിക്കാം. ശരീരമൊക്കെ നമ്മൾ വളരെ നല്ല ക്രീമൊക്കെ തേച്ച്, ഇപ്പം തേക്കാനൊക്കുന്നില്ല, സോറി, നമുക്കിപ്പം ഈ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് നമ്മളെ ആ മനോഹരമായ സൗന്ദര്യമുള്ള മുഖം ആർക്കും കാണാനൊക്കുന്നില്ല. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞൊരു സമയം വരും, ദൈവം നമുക്ക് സമയം തരുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമുക്ക് സമയം തരും, വീണ്ടും ആ മേക്കപ്പ് ഒക്കെ വെച്ച് പള്ളിയിലൊക്കെ വരാൻ ഒക്കെ നമുക്ക് അവസരം കിട്ടും. ബട്ട് can you see the spots on your body, on your mind? നമ്മളെ ഉള്ളിലുള്ള ആ കുഷ്ഠരോഗത്തെ നമുക്ക് മനസ്സിലാകാൻ നോക്കുന്നുണ്ടോ? ഇൻ എ ടോക്സ്, ഇൻ എ വാക്ക്, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ചലനത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ, നമ്മുടെ സോഷ്യൽ മീഡിയയില്, ഡു യു സീ ദ സ്പോട്സ്? Pray to God to help you to turn back. Pray to God to help you to get back. ദൈവം നമ്മളെ സഹായിക്കും. ഞാൻ ഒരു സത്യം പറഞ്ഞു ഞാൻ നിർത്തുന്നു. I have lived as a counterfeit Christian for 18 long years. 18 വർഷം എൻ്റെ മാതാവിനോടും പിതാവിനോടും ആലയത്തിൽ വരുന്ന എല്ലാവരോടും ഞാൻ ഭയങ്കര ഭക്തനാണെന്ന് ഞാൻ കാണിച്ചൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. തിങ്കിങ് ദാറ്റ് ഐ ആം സേഫ്. ഞാൻ ഓർത്തത് ഈ ബൈബിൾ വായിക്കുവാണെങ്കിൽ എല്ലാ ദിവസവും ഞായറാഴ്ച ദിവസം 52 ഞായറാഴ്ച ദിവസം ഞാൻ പോവാണെങ്കിൽ വിശുദ്ധ സംസർഗ ശുശ്രൂഷ ജസ്റ്റ് അങ്ങ് കണ്ടു നിൽക്കുക, അല്ല അപ്പവും ഇനി എടുക്കുവാണെങ്കിൽ ദേണ്ട എനിക്ക് രക്ഷ വന്ന് എനിക്ക് ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സോ ഐ ഹാവ് ലിവ്ഡ് ആസ് എ കൗണ്ടർഫീറ്റ് ക്രിസ്ത്യൻ. ഞാൻ ഓർത്ത് സൺഡേ സ്കൂളിൽ പോയാൽ, സൺഡേ സ്കൂളിന്റെ ടീച്ചർ ആയാൽ, അല്ലെ യൂത്തിന്റെ ഫെലോഷിപ്പിന്റെ സെക്രട്ടറി ആയാൽ, യൂത്തിന്റെ ഫെലോഷിപ്പിന്റെ അംഗമായി തീരുവാണെങ്കിൽ, അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പർ ആയിട്ട് മാറുവാണെങ്കിൽ, രാപ്പകൽ അധ്വാനിക്കുവാണെങ്കിൽ ഞാൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. എന്നാൽ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് രക്ഷ അങ്ങനല്ല എനിക്ക് കിട്ടുന്നത്. ക്രിസ്തുവിനെ ഉൾക്കൊണ്ടാൻ മാത്രമേ ഉള്ളൂ. Only if I receive Christ in my life, അന്നേരം മാത്രമല്ല എനിക്ക് രക്ഷ. Either you are a genuine disciple of Jesus Christ, living in his ways, or I am just a counterfeit. ഒരു മുഖം മാത്രം, മേളിൽ ഒരു മുഖം മാത്രം. എന്നാൽ അത് ഞാൻ പറഞ്ഞ പോലെ, do you have the spot on your mind, on your body? ഉണ്ടെങ്കിൽ അതിനെ തിരുത്തണം. കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ അതിനെ കഴുകണം, ശുദ്ധീകരിക്കണം. കർത്താവിന്റെ അശുദ്ധീകരണം പ്രാപിച്ച് മുമ്പോട്ടുള്ള ദിവസങ്ങൾ കർത്താവ് നമുക്ക് നയിക്കാനുള്ള ശക്തിയും ബുദ്ധിയും ആരോഗ്യവും കഴിവും നമുക്ക് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സ്നേഹവും കൃപയും സമാധാനവും നമ്മളെല്ലാവരും ഇന്നും എന്നേക്കുമായിട്ട് ഇരിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ ചേർന്നുമില്ല. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കന്യകയാൽ ബാധിക്കപ്പെട്ടു ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചതും പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്കായി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിൽ, വിശുദ്ധമായ സംസർഗ്ഗത്തിൽ, പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കോയർ സൺഡേ സെലിബ്രേറ്റ് ചെയ്തു. എല്ലാ കോയർ സൺഡേയുടെയും ഒരു അഭിവാജ്യ ഘടകമാണ്, അല്ലെങ്കിൽ ഇത്രയും ആകർഷിച്ചിരുന്ന ഒരു കാര്യമാണ് കോയർ ഗായക സംഘത്തിൻ്റെ സ്പെഷ്യൽ സോങ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുമിച്ച് ആരാധനയിൽ വന്ന് ഒരുമിച്ച് പാടുവാൻ സാധിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഗായക സംഘ അംഗങ്ങളുടെ ഒരു വിർച്വൽ സോങ് നമ്മൾക്ക് അടുത്തതായിട്ട് കാണാം, കേൾക്കാം, ആസ്വദിക്കാം. അതിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ പിൻപിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ടെന്നുള്ളതിന് സംശയമില്ല. കാരണം ഒരു വിർച്വൽ സോങ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ശ്രമകരമായ കാര്യമാണ്. പല സ്ഥലങ്ങളിലിരുന്ന് ആളുകൾ പാട്ട് പാടി അതിന്റെ വീഡിയോയും ഓഡിയോയും സെപ്പറേറ്റ് ആയിട്ട് അയച്ച് അതെല്ലാം ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് എന്ന് പറയുന്നത് വളരെ ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. ഒത്തിരി പ്രൊഫഷണൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ശ്രീചാൻ അത് ചെയ്തത്. ശ്രീചാനെ ഏറ്റവും അധികം അഭിനന്ദിക്കുന്നു. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഏകദേശം ഈ പാട്ടോടുകൂടെ ചേർന്ന് ഏകദേശം 3 വിർച്വൽ സോങ് നമ്മുടെ ഗായക സംഘങ്ങൾ ചെയ്തിരുന്നു. അവരെ ഏറ്റവും അധികം അഭിനന്ദിക്കുന്നു. അവർ ശുശ്രൂഷകളെയൊക്കെ ദൈവം മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾക്ക് ഈ സ്പെഷ്യൽ സോങ് നമ്മൾക്ക് ശ്രവിക്കാം. മനുഷ്യൻ മനുഷ്യനോടും മറ്റ് ജീവജാലങ്ങളോടുമുള്ള തൻ്റെ കടപ്പാട് മറന്ന് ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ COVID-19 എന്ന മഹാവ്യാധി ലോകത്തെ മുഴുവനും ബാധിച്ചു. ഈ പ്രതികൂലവും തരണം ചെയ്യുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. പുതുജീവൻ ഉൾക്കൊണ്ട് യേശുവിൻ്റെ സ്നേഹദീപത്തിൻ വാഹകരായി ആത്മനിറവാൽ ചെന്നൈ ഹോളി ട്രിനിറ്റി ചർച്ച് ക്വയർ ആലപിക്കുന്ന ഈ ഗാനം രചിച്ചിരിക്കുന്നത് ഫാദർ BK തോമസ്, ഈണം നൽകിയിരിക്കുന്നത് ജോസി പുല്ലാഡ്. പാടിടാം സ്തോത്ര സംഗീതം എന്ന് തുടങ്ങുന്ന ഗാനം ഇതാ നിങ്ങൾക്കായി. സ്തോത്ര സംഗീതം പാവനാത്മാ നിറവാ ഏകിടുമെന്നാത്മനാഥനെന്നും ആത്മാവിൻ നൽവരങ്ങൾ ഏകിടുമെന്നാത്മനാഥനെന്നും ആത്മാവിൻ നൽവരങ്ങൾ
സംഗീതം Banns publication. I published the banns of marriage between Miss Mary George, daughter of Mr. George Abraham and Annie George, a member of CSI Holy Trinity Malayalam Congregation, Chennai, and Mr. George T. Cherian, son of Cherian T. George, and Mrs. Alice George, a member of CSI Malayalam Pastorate, Secunderabad, Hyderabad, on 3rd October 2020, 4:30 p.m. at St. George Church, Hyderabad. If anyone of you know any just cause that they should not be joined together in marriage, kindly declare it in writing to the Presbyterian charge of this congregation. This is the first announcement. വിവാഹത്തിനൊരുങ്ങുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യനെ കുടുംബങ്ങളായി ജീവിപ്പാൻ ഈ ലോകത്തിലേക്ക് അയച്ച ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവ്, വിവാഹത്തിനൊരുങ്ങുന്ന നിന്റെ മക്കളായ മേരിയെയും ജോർജിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള കർത്താവേ, നിന്റെ മക്കൾ ഈ നാളുകളിൽ പ്രാർത്ഥിച്ച് എടുത്ത തീരുമാനങ്ങളുടെ മേൽ അങ്ങയുടെ സാന്നിധ്യം കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിവാഹം എന്ന വിശുദ്ധ ഉടമ്പടിയിലേക്ക് പ്രവേശിപ്പാൻ നിന്റെ മക്കൾ ഒരുങ്ങിയിരിക്കുമ്പോൾ ഈ നാളുകളിലൊക്കെയും ദൈവത്തിന്റെ കൃപ ധാരാളമായി വ്യാപരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഇരു ഭവനങ്ങളും ഒന്നായി ചേരുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം കൂടി ഇരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയമുള്ള കർത്താവെ, സഭയായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രിയ മക്കൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാൻ സഹായിക്കണമേ. കർത്താവെ, ഒരുക്കങ്ങളോടുകൂടിയൊക്കെ ദൈവത്തിന്റെ കൃപയും കാവലും കൂടി ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ച വിവാഹ വാർഷികവും ജന്മദിനം ആഘോഷിക്കുന്ന പേര് ബർത്ത്ഡേസ്. ഡോക്ടർ മാത്യു എം.എ., മിസ്റ്റർ ജോർജ് മാത്യു, മിസസ് ലിജി പോൾ, മാസ്റ്റർ ആരൻ മാമൻ എനോക്, മാസ്റ്റർ നിഷാന്ത് ജോർജ് സക്രിയ, Miss Natasha Leela Verghese, Mr. Kurian Phillips K, Miss Nisha Verghese, Miss Rachel John, Mr. Anvin Anthony, Mr. George PJ, Mr. Nikhil Philip Koshi, Mrs. Annie K. Chandy, Mrs. Jancy Sabu, Miss Alin Mariam Matthew, Miss Sindhu Thomas, Mr. Chandy J.S., Mr. Mana Alex, Mrs. Annamma Williams, Mrs. Lily Verghese, Mrs. Shani Jacob. Vivaha Varshika. Mr. Joseph P.E. and Mrs. Rajamma Joseph, Mr. George Sajeev Phillips and Mrs. Nandini Esther George, Dr. Edward Danish Kandan and Mrs. Anu Thambi Edward, Mr. Lloyd Jacob Christie and Mrs. Lena Lloyd, Mr. George Kuti James and Mrs. Princey George, Lieutenant Commander Jacob Samuel and Mrs. Sarah Tarian Verghese. ഇവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മഹോന്നതനായ ദൈവമേ, പരിശുദ്ധ നിത്യ പിതാവേ, കർത്താവെ, ജന്മദിനം ആഘോഷിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് നാഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന കർത്താവെ സാഹചര്യത്തിൽ ദൈവത്തിന്റെ നന്മകൾ അറിഞ്ഞു ജീവിക്കുവാൻ നാഥ അവരെ അവിടുന്ന് ശക്തീകരിക്കണമേ, സഹായിക്കണമേ. ഈ മഹാമാരിയുടെ കർത്താവ് മധ്യത്തിലും അപേക്ഷ അങ്ങയുടെ മക്കളെ അവിടുന്ന് വിടുവിക്കുന്നു. ഓർത്ത ദൈവമേ, ഞങ്ങൾ നന്ദി കരയറ്റുന്നു. കർത്താവെ, അവരേത് സ്ഥലങ്ങളിലായിരുന്നാലും അങ്ങയുടെ കർത്താവെ നല്ല നല്ല കാര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. ദൈവമേ, സ്കൂളിലായിരുന്നാലും കോളേജിലായിരുന്നാലും ഭവനത്തിലായിരുന്നാലും ജോലി സ്ഥാപനത്തിലായിരുന്നാലും കർത്താവെ നല്ല സാക്ഷ്യം വഹിക്കുവാനുള്ള സാഹചര്യവും അവസരവും അവരുടെ ജീവിതത്തിൽ അവിടെ ദാനമായിട്ട് നൽകണമേ. വിവാഹ വാർഷിക കർത്താവെ ആഘോഷിക്കുന്ന മക്കളെയും ദൈവം അനുഗ്രഹിച്ചതിനോട് ദൈവമേ ഞങ്ങൾ നന്ദി കരയറ്റുന്നു. കർത്താവെ, ഒരു ശരീരമായിട്ട് ഒരു മനസ്സായിട്ട് കർത്താവെ ഒരുമിച്ചായിരിക്കുവാൻ
അങ്ങയുടെ മക്കളെയും അവിടുന്ന് സഹായിക്കുന്ന ഓർത്ത് സ്തോത്രപേക്ഷ. ദൈവമേ, പരസ്പരം സ്നേഹിക്കുവാൻ, സ്നേഹം പങ്കിടുവാൻ, ഭവനത്തിൽ കടന്നു വരുന്ന കർത്താവെ മുമ്പിൽ കർത്താവെ ക്രിസ്തുവിൻ്റെ സ്വരൂപം ധരിക്കുവാൻ അങ്ങയുടെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. ഒരു ഭവനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ ഏത് സാഹചര്യത്തിലായിരുന്നാലും അവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അപേക്ഷ ദൈവമേ, അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്ന് അങ്ങയുടെ മക്കളെ അവിടുന്ന് വിടുവിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തുതി കരയറ്റുന്നു. പ്രാർത്ഥന കേട്ടുന്ന സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഒരു നിമിഷം നമുക്ക് മൗനമായിട്ടായിരിക്കാം. ദൈവം നൽകിയ ഈ അവസരത്തെ ഒന്ന് ഓർക്കാം. ഈ ഞായറാഴ്ച ദിവസം സഭയിൽ വന്നില്ലെങ്കിലും ഭവനത്തിലായിരുന്ന് ദൈവത്തിനെ സ്തോത്രം ചെയ്യുവാൻ കർത്താവ് നമ്മളെ അവിടുന്ന് ഉപയോഗിക്കുന്നു, അനുഗ്രഹിക്കുന്നല്ലോ. അതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ത്രിയേക ദൈവത്തിൻ്റെ ശക്തി അറിഞ്ഞ് അത്ഭുത പ്രവൃത്തി അനുഭവിച്ച് ജീവിക്കുവാൻ ഇന്നേ ദിവസം വീണ്ടും കർത്താവ് അവിടുന്ന് നമുക്ക് ദാനമായിട്ട് നൽകിയത്. അതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിലായിരിക്കുന്ന എല്ലാ അംഗങ്ങളെ നമുക്ക് ഒരു നിമിഷം ഒന്ന് ഓർക്കാം. കർത്താവെ, ആരെങ്കിലും പ്രയാസമോ പ്രശ്നങ്ങളോ അപേക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കടന്നു എന്ന് അവരെ തൊടയണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഫെലോഷിപ്സിനെ നമുക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂൾ, യൂത്ത് ഫെലോഷിപ്പ്, ഹോയർ ഫെലോഷിപ്പ്, വിമൻസ് ഫെലോഷിപ്പ്, ആത്മായ ഫെലോഷിപ്പ്, സ്നേഹവീട്. കർത്താവ്, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കർത്താവെ 6 മാസമായിട്ട് ഞങ്ങൾക്ക് വീണ്ടും വരണം എന്ന ദൈവമേ ആഗ്രഹം ഉണ്ടെങ്കിലും നാഥ, പല സാഹചര്യത്തിന്റെ കാരണം കൊണ്ട് നാഥ ഞങ്ങൾ ഭവനത്തിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു. എന്നാൽ ഇവിടും കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് നമുക്ക് സുരേഷിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ലിജോ സാറിനെ നമുക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. ഗുരുകുൽ സെമിനാരിൽ നിന്ന് കർത്താവെ കടന്നു വരുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരു നിമിഷം നമുക്കൊന്ന് ഓർക്കാം. നമ്മളെ തിരുമനസ് തിരുമേനിയെയും തിരുമേനി പക്ഷമേയും നമുക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ കുടുംബത്തെ നാഥ അവിടുന്ന് അനുഗ്രഹിക്കുന്നല്ലോ. മഹായിടവരെ പല കാര്യങ്ങൾ കർത്താവെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാനം അങ്ങയുടെ മകളിലേക്ക് അയക്കണമെന്ന് നമുക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇവിടെ ശുശ്രൂഷ ചെയ്തു പോയ എല്ലാം പട്ടത്ത സമൂഹത്തെ ഒരു നിമിഷം നമുക്കൊന്ന് ഓർക്കാം. നാം ആയിരിക്കുന്ന മനോഹരമായ ചെന്നൈ സിറ്റിയെ നമുക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. തമിഴ്നാട് സ്റ്റേറ്റിനെ നമുക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതിന്റെ ചീഫ് മിനിസ്റ്ററിനെ ഒരു നിമിഷം നമുക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ നമുക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടായിരിക്കുന്ന നമ്മുടെ സ്നേഹിതരുണ്ടല്ലോ, അവരെ ഒരു നിമിഷം നമുക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. കോവിഡിന്റെ അവസ്ഥയിൽ കർത്താവെ ഞങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം അവരെയും നമുക്കൊന്ന് ഓർക്കാം. അവരുള്ളിൽ കർത്താവെ ഭയം കർത്താവെ വന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ സമാധാനം എന്ന ദൈവമേ വാഗ്ദത്തം നൽകുന്ന ആ ക്രിസ്തുവിന്റെ വലിയൊരു ശക്തി ഈ ദിവസങ്ങളൊക്കെ ദൈവമേ ആ മക്കളായിരിക്കുന്ന ഐസൊലേറ്റഡ് ആയിരിക്കുന്ന കർത്താവെ റൂമിലായിരുന്നാലും ആശുപത്രിയിലായിരുന്നാലും കടന്നു ചെല്ലണമേ എന്ന് നമുക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ക്യാൻസർ മൂലം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും മഹാമാരിയായിട്ട് കർത്താവെ അങ്ങയുടെ മക്കൾ ജനം കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെയും ഒരു നിമിഷം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, കോവിഡിന്റെ അവസ്ഥ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും ആരാധന തുടങ്ങുവാൻ നല്ലൊരു ദിവസം അപേക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങൾക്ക് പല സംശയങ്ങളാണല്ലോ.
ഞങ്ങൾക്ക് ആരാധന തുടങ്ങാൻ ഒക്കുമോ ഇല്ലയോ എന്നുള്ളത്, ഇനിയും ഇങ്ങനെയുള്ള കൂട്ടായ്മ കർത്താവെ ഞങ്ങൾക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ദൈവമേ സംശയം. ദൈവമേ, ആ സംശയത്തെ എല്ലാം മാറ്റി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒരു ദിവസം മനസ്സുറന്ന് കർത്താവെ ഭയം കൂടാതെ അങ്ങ് ആരാധിക്കുവാൻ നൽകണമേ എന്ന് നമുക്ക് നോർത്ത് പ്രാർത്ഥിക്കാം. മഹോദനായ ദൈവമേ, ഞങ്ങൾ ഇന്നും സ്നേഹിക്കുന്ന ഞങ്ങളെ പരിശുദ്ധ കർത്താവേ, നാഥ, ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളും ദൈവമേ ഞങ്ങൾ സമർപ്പിക്കുന്നു. കോവിഡിന്റെ അവസ്ഥയാൽ പക്ഷെ ആരെങ്കിലും ഈ സമയത്ത് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരെയും നാഥ ഞങ്ങൾ സമർപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ കർത്താവെ സൗഖ്യമല്ല കാര്യം ഞങ്ങളുടെ മക്കളുമേൽ കർത്താവെ ഒന്ന് അയക്കണമേ. ദൈവത്തിന്റെ നാഥാശക്തി അനുഭവിക്കുവാൻ വരുന്ന ഓരോ ദിവസങ്ങളും കർത്താവെ അവർക്കൂടെ നൽകണമേ. ദൈവമേ, ഇന്ന് ബർത്ത്ഡേയും വിവാഹവാർഷികം ആഘോഷിച്ച മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവർക്ക് കർത്താവ് വിടുതൽ നൽകിയിരിക്കുന്നല്ലോ. ഈ വലിയ മഹാമാരിയുടെ കർത്താവെ ദൈവർക്ക് വിട നൽകിയതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. മുമ്പോട്ടുള്ള കർത്താവെ നാളുകളിൽ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ദൈവമേ ജീവിതം നയിക്കുവാനുള്ള അവസരവും കർത്താവിന്റെ മക്കൾക്ക് നൽകണമേ. ദൈവമേ, ഞങ്ങളെല്ലാം ഫെലോഷിപ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, അവരായിരിക്കുന്ന കർത്താവെ മേഖലയിലൊക്കെ അവരെ അനുഗ്രഹിക്കണം അപ്പച്ച. ദൈവമേ, അങ്ങേ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ, ക്രിസ്തുവിന്റെ പ്രവൃത്തി ചെയ്യുവാൻ അനേകരുടെ കർത്താവെ മുമ്പിൽ നല്ലൊരു കർത്താവെ ടെസ്റ്റിമനി ആയിട്ടായിരിക്കുവാൻ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. സുരേഷിനെ കൊച്ചമ്മയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. കുഞ്ഞിനായ സ്തോത്രം ചെയ്യണം അപ്പച്ച. ലിജു സാറിനെയും കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഞങ്ങൾ പേരെടുത്ത് എല്ലാവരെയും ഈ സമയത്ത് ദൈവമേ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ വീണ്ടും കർത്താവെ ഈ ആലയത്തിൽ മനോഹരമായ ആരാധന തുടങ്ങുവാൻ ഉള്ള കർത്താവെ സാവകാശവും നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിനും അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. 20-ാം പേജിൽ കാണുന്ന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തല ദൈവമേ, സകലങ്ങളുടെ പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചു കൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതിരം കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകലകരണങ്ങളെക്കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോട് ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേരുടെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാക്കുവണ്ണം നിവൃത്തി വരുത്തി ലോകത്തിൽ നിത്യജീവത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവൻ ഞങ്ങൾക്ക് തരണമേ. ആമേൻ. അഞ്ചാം ഭാഗം ഓഫറിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കനിയോട് കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനം സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീർക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടനിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ആമേൻ. ഇന്നത്തേക്കുള്ള അറിയിപ്പുകൾ. ഇന്ന് ഈ ആരാധനയെ സംബന്ധിച്ച് എല്ലാ സഭാംഗങ്ങളോട് പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട റെവറൻഡ് സൂരജ് അച്ഛനോടും ലിജോ സാറിനോടും പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇനി ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് ഫ്രൈഡേ സൂം പ്രയറിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ലിജോ സാറിനോട് പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച നമ്മുടെ മാറ്റിൻ സർവീസ് നടത്തപ്പെടുന്നു. അതിന്റെ മുമ്പോട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മളെ സഭയിലെ വാട്സപ്പിൽ വളരെ വേഗത്തിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇന്ന് മനോഹരമായ ഗാനം ആലപിച്ച നമ്മളെ പ്രിയപ്പെട്ട കോയർ അംഗങ്ങളോട്, അവർക്ക് പരിശീലനം കൊടുത്ത എല്ലാവരോടും പ്രത്യേക നന്ദിയും സ്നേഹവും സഭയുടെ നാമത്തിലും എന്റെയും അച്ഛന്റെയും വ്യക്തിപരമായ നാമത്തിലും ഇവിടെ അറിയിച്ചുകൊള്ളുന്നു. ആനുവൽ മലയാളം കൺവെൻഷനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞോട്ടെ. ആനുവൽ മലയാളം കൺവെൻഷൻ ഓൺലൈൻ കൺവെൻഷനായിട്ട് സെപ്റ്റംബർ 25 മുതൽ സെപ്റ്റംബർ 27 വരെ അത് നടത്തപ്പെടുന്നു. മുഖ്യ പ്രഭാഷകനായിട്ട് നമുക്ക് ഈ വർഷം ദൈവം നൽകിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട റെവറൻഡ് മാത്യു പി ജോർജ് അച്ഛന്. അച്ഛൻ ഹോളി ഇമ്മാനുവൽ CSI ചർച്ച് മല്ലപ്പള്ളിയിലെ ഇടവക വികാരിയായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. ആൻഡ് ഹി വാസ് ദ ഫോർമർ മാനേജർ ഓഫ് ദ CMS പ്രസ് ആൻഡ് ദ ഡയറക്ടർ ഓഫ് CSS. അച്ഛനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയിൻ പ്രയർ, അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. A chain prayer covering all the families in our congregation will be held from 12 midnight of Sunday, September 20 to midnight of Thursday, September 24, 2020. Each family will be allotted 30 minutes to pray for the given prayer points. The time will be fixed only in coordination with the respective families. The allocation of time schedule and the distribution of the prayer points shall be made by the respective area prayer group leaders. ഇത് നമ്മളെ ഈ മാസത്തെ ന്യൂസ് ലെറ്ററിൽ ഈ അറിയിപ്പ് അവിടെ നൽകിയിട്ടുണ്ട്. As was announced by our respected Achan, Reverend Suraj Achan, you can transfer your fund via using UPI, and the QR code നമ്മളെ ന്യൂസ് ലെറ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സഭയുടെ ട്രഷററിനെ വിളിച്ച് നിങ്ങൾക്ക് അറിയാൻ. വീണ്ടും ഇതിൽ കടന്നു വന്ന എല്ലാവരോടും പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും സമാധാനവും നിങ്ങളുടെ എല്ലാവരോടും ഇന്നും എന്നേക്കുമായിട്ട് ഇരിക്കുമാറാകട്ടെ. ആമേൻ.